മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ ഡീറ്റെയിൽഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണൻ നടന്നു തുടങ്ങിയ ആ വലിയ സത്യം ഉണ്ണിയും കരുണയും ദുർഗയും എല്ലാവരും തിരിച്ചറിയുന്നു. കണ്ണനെ കൊല്ലാൻ നോക്കുന്ന ഉണ്ണിക്കും കരുണയ്ക്കും വമ്പൻ തിരിച്ചടിയാണ് മാർക്കോ കൊടുക്കുന്നത്. എന്തായാലും കണ്ണന്റെ വീൽചെയർ ഉണ്ണിക്ക് ഉപകാരപ്പെടുന്നു. ഉണ്ണിയെ ഇരുത്തി അത് തള്ളിക്കൊണ്ടുപോകേണ്ട ഗതികേട് കരുണയ്ക്കും വരികയാണ്. അതൊന്നും തന്നെ അവൾക്ക് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. പിന്നീട് ദുർഗയ്ക്കാണെങ്കിൽ കണ്ണൻ നടന്നു തുടങ്ങിയത് കണ്ട് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. ഇതൊക്കെ തന്നെ നിന്റെ ഭാര്യയുടെ പുണ്യമാണെന്നും അവൾ നിന്റെ ജീവിതത്തിലേക്ക് വന്നത് നിന്റെ ഭാഗ്യമാണെന്നും അവൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ കാരണം കൊണ്ടാണ് നിനക്ക് ഇങ്ങനെയുള്ള നന്മകളൊക്കെ വന്ന് ചേരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണനെ ദുർഗ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് തനിക്ക് ഇപ്പൊ നടന്ന കാര്യങ്ങളിലൊന്നും തന്നെ പങ്കില്ലെന്നും പറയുന്നു. അങ്ങനെ ഉണ്ണിയും കരുണയും തമ്മിൽ വഴക്കാവുകയാണ്. ആന മറിക്കും മല മറിക്കും എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ വീൽ ചെയറിൽ വന്നിരിക്കുന്നു. ഞാൻ എന്തായാലും എന്റെ വീട്ടിലേക്ക് പോവുകയാണ്, നിങ്ങളെ കൊണ്ടൊന്നും ഒന്നിനും കഴിയില്ല, വീട്ടിലേക്ക് പോയിട്ട് വരാമെന്നൊക്കെ പറയുമ്പോഴും ഉണ്ണി പറയുന്നുണ്ട് എന്നെ ഈ കട്ടിലിൽ കിടത്തിയിട്ട് പോടിയെന്ന്. പക്ഷെ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. ഒരു വിധത്തിൽ ഉണ്ണിയാണെങ്കിൽ കട്ടിലിൽ കിടക്കുന്നൊക്കെയുണ്ട്. പിന്നീട് കരുണയാണെങ്കിൽ തന്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് ദുർഗയോട് പറയുമ്പോൾ നീ എവിടേക്കാണ് ഈ പോകുന്നത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്നും തോന്നുന്ന സമയത്ത് ഇറങ്ങി പോകാനും കയറി വരാനും പറ്റില്ല എന്ന്. എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകണം. അത് പറഞ്ഞ ശരിയാവില്ല. നീയൊക്കെ കൂടിയിട്ടല്ലേ ഇപ്പോ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കിയത്. നിന്റെ ഭർത്താവിനെ ആര് നോക്കും എന്ന് ചോദിക്കുമ്പോൾ അമ്മ നോക്കിക്കോ, അമ്മയുടെ മോനല്ലേ. ഞാൻ പോലും ഇല്ലാത്ത സമയത്ത് കണ്ണനെ കൊല്ലാനായിട്ട് ഓരോന്ന് വരുത്തി വെച്ചിട്ട് അവൻ സ്വയം ഏറ്റുവാങ്ങിയ ശിക്ഷയാണിത്. അവനത് കിട്ടിയത് നന്നായി. അതുകൊണ്ടേ നീ ഇന്ന് എവിടേക്കും പോകണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പോകുമെന്നൊക്കെ പറഞ്ഞ് കരുണയാണെങ്കിൽ വാശി പിടിക്കുകയാണ്. ഇതൊക്കെ തന്നെ കണ്ണനാണെങ്കിൽ കേട്ട് ആ സോഫയിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്റെ വാക്ക് ധിക്കരിച്ച് നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയാൽ പോയാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് കരുണയാണെങ്കിൽ തിരിച്ചു ചോദിക്കുകയാണ്. ഒന്നും മറുപടി കൊടുക്കാതെ ദുർഗ കരുണയുടെ മുഖത്ത് നോക്കി ഒരടി കൊടുക്കുന്നുണ്ട്. ഇനി പോടി, പോയിട്ട് നിന്റെ മുത്തശ്ശിയോട് പറ അമ്മായിയമ്മ തല്ലി ഇറക്കി വിട്ടു എന്ന്. ഓടി എന്ന് പറഞ്ഞുകൊണ്ട് കരുണയെ ആട്ടി വിടുകയാണ്. കരുണയ്ക്കാണെങ്കിൽ അതങ്ങോട്ട് സഹിക്കുന്നില്ല. ഇനി നീ ഇവിടെ നിന്നും ഇറങ്ങി പോവുകയാണെങ്കിൽ ഇങ്ങോട്ട് കയറി പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ദുർഗ ശക്തമായിട്ടുള്ള താക്കീതാണ് കൊടുക്കുന്നത്. അങ്ങനെ കണ്ണനാണെങ്കിൽ ഈ കാഴ്ചകളൊക്കെ കണ്ട് ആകെ ഞെട്ടിത്തരിച്ചങ്ങനെ നിൽക്കുകയാണ്. ദുർഗ ശരിക്കും മാറിയെന്ന് അവന് ബോധ്യപ്പെടുന്നു. പിന്നീട് ദുർഗയാണെങ്കിൽ വളരെ വിഷമത്തോടു കൂടി തന്നെ ഉണ്ണിയുടെ അടുത്തേക്ക് പോവുകയാണ്. മോനെ ഉണ്ണി, ഇനിയെങ്കിലും നീ അമ്മ പറയുന്നതനുസരിക്ക്. നിന്റെ ഭാര്യ കണ്ടില്ലേ, അവൾ നിനക്കൊരു ആപത്ത് ഘട്ടം വന്നപ്പോ നിന്നെ വിട്ടിട്ട് പോയി. നീയും അവളും കൂടിയിട്ട് ഉണ്ടാക്കിയ പ്ലാൻ തന്നെയല്ലേ ഇത്. അവസാനം നീയാണ് ഒറ്റയ്ക്കായത്. ഇപ്പൊ നിന്റെ കാല് ഇങ്ങനെയായി. കണ്ണനെയും മഹാലക്ഷ്മിയെയും ദ്രോഹിക്കുന്നത് നിർത്തിയിട്ട് ഇനിയെങ്കിലും നന്നാവട എന്നൊക്കെ പറയുമ്പോൾ അമ്മേ, എനിക്കൊരിക്കലും അവര് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ പറ്റില്ല. അയാൾ കണ്ടില്ലേ, നമ്മളുടെ അടുത്ത് നിന്നും സത്യങ്ങൾ മറച്ചു വെച്ച് നമ്മളെ പൊട്ടന്മാരാക്കരുതെന്നൊക്കെ എന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങനെയാണല്ലോ നമ്മൾ അവരെയൊക്കെ ദ്രോഹിച്ചിരുന്നത്. അതുകൊണ്ടായിരിക്കും മോനെ, പേടിച്ചിട്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇല്ലമ്മേ, ഇനിയും ഒരു അവസരം വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ആ കണ്ണനെയും മഹാലക്ഷ്മിയെയും ഞാൻ ഇല്ലാതാക്കിയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ദുർഗയ്ക്കാണെങ്കിൽ ഉണ്ണി ഒരിക്കലും മാറില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെടുകയാണ്. അമ്മയ്ക്ക് മാറാൻ പറ്റുമായിരിക്കും. അമ്മയ്ക്കിപ്പോ എന്നേക്കാൾ സ്നേഹം ആദ്യ ഭാര്യയിലുണ്ടായ കുഞ്ഞിനെയാണല്ലോ. അമ്മ സ്നേഹിച്ചോ? പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഇങ്ങനെ പറയുകയാണ്. പക്ഷെ അമ്മയുടെ ഈ സ്നേഹത്തിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല. അത് മറ്റുള്ളവർക്കും മനസ്സിലാവില്ല. അമ്മ വെറുതെ കിടന്ന് കഷ്ടപ്പെടുക മാത്രമേ ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ സാരല്ലടാ, ഞാനത് സഹിച്ചു. പക്ഷെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയുക, ഇനി കണ്ണനെയോ മഹാലക്ഷ്മിയെയോ കുഞ്ഞിനെയോ നിങ്ങൾ ദ്രോഹിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് പകരം നിങ്ങളായിരിക്കും മരിക്കാൻ പോകുന്നത്. ഞാനെന്ന അമ്മ, നിന്നെ പ്രസവിച്ച നൊന്ത് പ്രസവിച്ച അമ്മ നിനക്ക് വിഷം തന്ന് കൊല്ലുവിടാ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ണിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. എന്തായാലും ഈ കാഴ്ചകളും രംഗങ്ങളൊക്കെ കണ്ടുകൊണ്ട് കണ്ണന് ഒരു കാര്യം ബോധ്യപ്പെടുന്നുണ്ട്. ദുർഗയുടെ ആ ഒരു നാടകം അല്ലെങ്കിൽ ആ ഒരു മാറ്റം നാടകമല്ല എന്നും ദുർഗ ഇപ്പൊ കണ്ണനോട് വളരെ ആത്മാർത്ഥമായിട്ട് തന്റെ പഴയ അമ്മയെ പോലെ തന്നെയാണ് സ്നേഹിക്കുന്നതും പെരുമാറുന്നതും എന്നൊക്കെ മനസ്സിലാവുകയാണ്. അപ്പോൾ കാത്തിരിക്കാം ഇന്നത്തെ എപ്പിസോഡിനായിട്ട്. ബൈ ബൈ.